ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് 16 പോരാട്ടത്തിൽ ഇന്റർ മയാമിക്ക് എതിരാളികളായി വരുന്നത് PSG ആണ്. നമുക്കറിയാം, ഇന്റർ മയാമിയുടെ അവസാന മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ PSG ആണ് എതിരാളികളായി വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ചർച്ചകൾ സജീവമാണ്. മയാമിക്ക് PSG പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ചർച്ചകൾ തന്നെയാണ് സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ബൊട്ടഫാഗോ FC PSG പരാജയപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്റർ മയാമിക്ക് PSG മറികടക്കാൻ സാധ്യതകൾ കാണുന്നു എന്നുള്ളത്. PSG നമുക്കറിയാം, ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയത്. സൂപ്പർ താരനിരയുമായി എത്തിയ അത്ലറ്റിക്കോ മാഡ്രിഡിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് PSG പരാജയപ്പെടുത്തിയിരുന്നു. UEFA ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആണ്. നിലവിൽ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത മത്സരത്തിൽ ഡെംബേലെ അടക്കമുള്ള താരങ്ങൾ വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം PSG മറികടക്കുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. കാരണം ഇന്റർ മയാമി കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, പാൽമിറാസിനെതിരെ 2 ഗോൾ അടിച്ചതിന് ശേഷം 2 ഗോൾ അവസാനം വഴങ്ങി. മഷറാനയുടെ ഇന്റർ മയാമിയുടെ നിലവിലെ പ്രധാന പ്രശ്നം ഡിഫൻസിലെ പ്രശ്നങ്ങൾ. അവർക്ക് ശരിക്കും തലവേദന തന്നെയാണ്. എന്തായാലും PSG-ക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ ഇന്റർ മയാമി കളത്തിലിറങ്ങുമ്പോൾ സൂപ്പർ താരം ലയണൽ മെസ്സിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. അതിൽ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കാനില്ല. ലൂയിസ് സുവാരസ് കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിച്ചതെങ്കിലും അതിനു മുമ്പുള്ള മത്സരങ്ങളിലൊന്നും കാര്യമായി ഒരു മികവ് പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, കൂടുതൽ പ്രായമായ താരങ്ങളാണ് ശരിക്കും ലൂയിസ് സുവാരസ് ഒക്കെ. മെസ്സിയുടെ ഒരു മികച്ച ഗോളൊക്കെ FC പോർട്ടോക്കെതിരെ കണ്ടിരുന്നു. പക്ഷേ മെസ്സി മാത്രമുള്ള, നമുക്കറിയാം അർജന്റീനൻ ദേശീയ ടീം മുമ്പൊക്കെ മെസ്സിയിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അന്ന് സമയത്ത് റിസൾട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു ടീം ഗെയിമായി വന്നപ്പോഴാണ് ശരിക്കും അർജന്റീന മികവ് പുലർത്തിയത്. ലയണൽ സ്കലോണിക്ക് കീഴിൽ നിലവിൽ വേൾഡ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തിലേക്ക് അർജന്റീന എത്തിയത് ഒരു ടീം ഗെയിമായി വന്നപ്പോഴാണ്. അതുകൊണ്ട് തന്നെ മെസ്സിയിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് ഇന്റർ മയാമി PSG പരാജയപ്പെടുത്തുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. എന്തായാലും അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും. എന്തായാലും ഒരു മെസ്സി മാജിക് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പം ഒരു പക്ഷേ PSG-ക്കെതിരെ ഒരു വിജയം നേടാനുള്ള സാധ്യത, അങ്ങനെയുള്ള ഒരു ചെറിയ സാധ്യത മാത്രമാണ് കാണുന്നത്. എന്തായാലും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് തുടക്കത്തിൽ അത്ര ആവേശകരമൊന്നും ആയിരുന്നില്ലെങ്കിലും നിലവിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബുകളുടെ മികച്ച പ്രകടനവും അതിനു പുറമെ PSG-യെ, തന്റെ പഴയ ക്ലബിനെ മെസ്സി നേരിടാൻ എത്തുമ്പോൾ ശരിക്കും ആ ഒരു മത്സരമൊക്കെ കൂടുതൽ ആവേശകരമായി. ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാന മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ റൗണ്ട് ഓഫ് 16 മത്സരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ഓരോ മത്സരം കഴിയുന്തോറും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, കൂടുതൽ ആവേശകരമായിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വീഡിയോയുമായി വീണ്ടും എത്താം.